നമുക്കറിയാം, ലോകത്തിലെ ഏറ്റവും വിശാലമായ ഇന്റർനെറ്റ് സെർച്ചിംഗ് സംവിധാനമാണ് ഗൂഗിൾ. ഇന്നത്തെ സാഹചര്യത്തിൽ ഒരു ദിവസം ഒരു തവണയെങ്കിലും ഗൂഗിളിന്റെ സെർച്ച് എഞ്ചിനിൽ കയറി തിരച്ചിൽ നടത്താത്തവർ വളരെ ചുരുക്കമായിരിക്കും. ഗൂഗിളിന്റെ സിഇഒ ഇന്ത്യക്കാരൻ കൂടിയായ സുന്ദർ പിച്ചൈയാണെന്നും നമുക്കറിയാം. എന്നാൽ ഏറ്റവും കൗതുകകരമായ ഒരു സംഭവം, ഇന്ത്യയിൽ ഗൂഗിൾ തങ്ങളുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ശിക്ഷാ നടപടികൾക്ക് വിധേയമായിരിക്കുന്നു എന്നതാണ്. വിപണി മര്യാദ ലംഘിച്ചുള്ള ഇടപെടലുകളുടെ പേരിൽ ഗൂഗിളിന് 2 തവണയാണ് കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ പിഴശിക്ഷ വിധിച്ചിരിക്കുന്നത്. ഇക്കുറി 936.44 കോടി രൂപയുടെ പിഴയാണ് ചുമത്തിയത്. സ്വന്തം പേയ്മെന്റ് ആപ്ലിക്കേഷനും തങ്ങൾക്ക് നേട്ടമുണ്ടാകും വിധം മറ്റ് ആപ്പുകളിലെ സബ്സ്ക്രിപ്ഷനും മറ്റ് പ്രോത്സാഹിപ്പിച്ചതിനുമാണ് നടപടി. ഇക്കഴിഞ്ഞ ഒക്ടോബർ 20-ന് 1337.76 കോടി രൂപ പിഴയിട്ടതിനു പിന്നാലെയാണിത്. ഇന്ത്യയിൽ ഗൂഗിൾ നേരിടുന്ന ഏറ്റവും വലിയ ശിക്ഷാ നടപടിയാണിത്. ഇന്ത്യയിൽ ഗൂഗിൾ വിപണി മര്യാദ ലംഘിച്ചതായി കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ അന്വേഷണ വിഭാഗം കണ്ടെത്തിയിരുന്നു. ഗൂഗിളിന്റെ മൊബൈൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റമായ ആൻഡ്രോയിഡുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലായിരുന്നു നടപടി. ഗൂഗിൾ പ്ലേ സ്റ്റോറിലൂടെ വിൽക്കുന്ന ആപ്ലിക്കേഷനുകളുടെ പേയ്മെന്റ്, ഇതിന്റെ സബ്സ്ക്രിപ്ഷനും മറ്റുമുള്ള തുടർ പേയ്മെന്റുകൾ എന്നിവയ്ക്ക് ഗൂഗിൾ ആപ്പുകൾ നിർബന്ധമാക്കിയിട്ടുണ്ടെന്നും കണ്ടെത്തിയിട്ടുണ്ട്. ഇത് അംഗീകരിക്കാത്ത ആപ്പുകൾ പ്ലേ സ്റ്റോറിൽ ലിസ്റ്റ് ചെയ്യാറില്ല. ഇത് ന്യായമായ ഒരു ഉപാധിയായി പരിഗണിക്കാനാകില്ലെന്നാണ് അന്വേഷണ വിഭാഗത്തിന്റെ കണ്ടെത്തൽ. ഗൂഗിൾ പ്ലേസ് ബില്ലിംഗ് സംവിധാനം മറ്റ് ആപ്ലിക്കേഷനുകളിൽ എന്ന പോലെ യൂട്യൂബും ഉപയോഗിക്കുന്നുണ്ടെങ്കിലും സ്വന്തം ആപ്ലിക്കേഷൻ ആയതിനാൽ യൂട്യൂബിൽ നിന്ന് സർവീസ് ഫീസ് ഈടാക്കുന്നില്ല. ഇത് വിവേചനപരമാണെന്ന് കണ്ടെത്തിയ കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ വിപണി മര്യാദ ലംഘിക്കുന്ന നടപടികളിൽ നിന്ന് പിന്മാറാനും ഗൂഗിളിനോട് നിർദ്ദേശിച്ചു. കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ഗൂഗിളിന് നൽകിയ നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ആൻഡ്രോയിഡ് ഫോണുകളിൽ മുൻകൂറായി ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന ഗൂഗിൾ ആപ്പുകൾ, ഉദാഹരണത്തിന് യൂട്യൂബ് തുടങ്ങിയ ഉപയോക്താവിന് നീക്കം ചെയ്യാൻ സൗകര്യം നൽകണം. പുതിയ ഫോണുകളിൽ ഗൂഗിളിന്റെ ആപ്പുകൾ മുൻകൂറായി ഇൻസ്റ്റാൾ ചെയ്യാൻ മൊബൈൽ ഫോൺ കമ്പനികളെ നിർബന്ധിക്കരുത്. ആൻഡ്രോയിഡ് ലൈസൻസിംഗ് വ്യവസ്ഥകൾ ഇതുമായി ബന്ധിപ്പിക്കരുത്. ഗൂഗിൾ സെർച്ച് സംവിധാനത്തിന് പ്രാമുഖ്യം നൽകാൻ മൊബൈൽ കമ്പനികൾക്ക് പ്രത്യേക ആനുകൂല്യം നൽകാൻ പാടില്ല. പുതിയ ഫോൺ സെറ്റപ്പ് ചെയ്യുമ്പോൾ ഇഷ്ടമുള്ള സെർച്ച് എഞ്ചിൻ ഉപയോഗിക്കാൻ അനുവദിക്കണം. ഇനി വിവിധ രാജ്യങ്ങളിൽ ഗൂഗിൾ നേരിട്ട നടപടികൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഗൂഗിൾ ആപ്പുകളും സേവനങ്ങളും ഉപയോഗിക്കാൻ ആൻഡ്രോയിഡ് ഫോൺ ഉപയോക്താക്കളുടെ മേൽ സമ്മർദ്ദം ചെലുത്തുകയും സമാന്തര ആപ്പുകൾ തിരഞ്ഞെടുക്കാനുള്ള അവസരം നിഷേധിക്കുകയും ചെയ്തതിന് യൂറോപ്യൻ യൂണിയൻ വിധിച്ചത് 31,000 കോടി രൂപയുടെ പിഴ. ദക്ഷിണ കൊറിയയിൽ ഉപയോക്താക്കളുടെ അനുമതിയില്ലാതെ അവരുടെ ഇന്റർനെറ്റ് ഉപയോഗം നിരീക്ഷിച്ചതിന് 400 കോടി രൂപയുടെ പിഴ. ഇന്റർനെറ്റ് ഉപയോക്താക്കൾക്ക് ട്രാക്കിംഗ് സംവിധാനം എടുത്തു കളയാനുള്ള ഓപ്ഷൻ ദുഷ്കരമാക്കി വെച്ചതിന് ഫ്രാൻസിൽ 1265 കോടി രൂപയുടെ പിഴ. വിപണി മര്യാദ ലംഘിച്ചതിന് ദക്ഷിണ കൊറിയയിൽ $17.7 കോടി, ഏകദേശം 1303 കോടി രൂപയുടെ പിഴ. ഡിജിറ്റൽ പരസ്യ മേഖലയിലെ വിപണി മര്യാദകൾ ലംഘിച്ചതിന് ഫ്രാൻസിൽ 1950 കോടി രൂപയുടെ പിഴ. നമ്മുടെ നിത്യജീവിതത്തിൽ ഒഴിച്ചുകൂട്ടാൻ പറ്റാത്ത ഗൂഗിൾ പോലെയുള്ള സെർച്ച് എഞ്ചിന് ഇന്ത്യയിൽ ഇത്രയും അധികം തുക പിഴയടച്ച സംഭവം ഏതായാലും ലോകത്താകമാനം ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ്. മറ്റൊരു വിശേഷവുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.